ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. നോമ്പൊക്കെ ആയതുകൊണ്ടേ കുറച്ചധികം സമയമെടുത്ത് ഞാൻ വീട് ക്ലീൻ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ എടുത്തതല്ല കേട്ടോ, ഏകദേശം ഒരു മാസം മുൻപ് എടുത്ത ഒരു വീഡിയോ ആണ്. ഇതൊക്കെ ചെയ്യുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞാൻ ചെറിയ രീതിയിൽ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായിട്ടോ, അതുകൊണ്ട് തന്നെ ഇന്ന് സഹായത്തിന് ഒരാളെ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ജോലികളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴത്തേക്കും ബോക്സുകളൊക്കെ താഴെ ഇറക്കി കഴുകാനുള്ള പാത്രങ്ങൾ പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. ഒരു ശനിയാഴ്ചയായിരുന്നു നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് രാവിലെ എണീറ്റിട്ട് ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പ് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോള് കൊണ്ടുവന്ന് വിരിച്ചിടുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അകത്ത് മുഴുവനും മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ചേച്ചി അടിച്ചു വാരി വൃത്തിയായിട്ട് തുടച്ചു തന്നിട്ട് പോയി. ഇത് നമ്മൾ ഒരുമിച്ച് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ചെയ്ത ജോലിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം 1.5-2 മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. 4 മണിക്ക് ശേഷം ഉണങ്ങിയ പാത്രങ്ങൾ നന്നായി തുടച്ച് ആവശ്യമില്ലാത്തത് പാക്ക് ചെയ്ത് മുകളിൽ വെക്കും. പിന്നെ ഉപയോഗിക്കാനുള്ളതൊക്കെ മാറ്റി നമ്മുടെ റാക്കിൽ അടുക്കുകയും ഒക്കെ ചെയ്യായിരുന്നു ജോലി. എല്ലാം വലിച്ചിടാൻ എളുപ്പമായിരുന്നു, തിരിച്ചതുപോലെ പാക്ക് ചെയ്ത് വെക്കാനായിരുന്നു കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ ഇതുപോലെ ഒരുമിച്ച് എല്ലാ പാത്രങ്ങളും വലിച്ചിടാറില്ല. കുറച്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് തീർത്തത്. ഇത് മറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. ഇന്നിതിപ്പോൾ കൗണ്ടർ ടോപ്പിലുള്ള മൊത്തം പാത്രങ്ങളും എടുത്ത് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇതുപോലെ തിരിച്ച് വെക്കുകയായിരുന്നു. ഇന്ന് സഹായത്തിന് ആളൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ ചെയ്തതാണ് ഇതെല്ലാം. കുറച്ച് മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബോട്ടിലും സ്റ്റാൻഡും എല്ലാം ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് നമുക്കിതൊന്ന് റീഫിൽ ചെയ്ത് വെക്കാം. ഇതെല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിലാണ് വെക്കാറുള്ളത്. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ഐറ്റംസ്, നോമ്പിന് കൂടുതലായി ഉപയോഗിക്കുന്ന ഡേറ്റ്സും നട്ട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി, വെള്ളത്തിൻ്റെ പൊടി, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെക്കാറുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ ഞാൻ ആദ്യം തന്നെ റീഫിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് മുൻപ് തന്നെ നമ്മൾ മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരി കഴുകി ഉണക്കി പൊടിച്ചിട്ടുണ്ട്. പിന്നെ പത്തിരിക്കൊക്കെ അരി കഴുകിയിട്ട് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കടുക്, ജീരകം, ഉലുവ ഇതൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്. സാമ്പാർ പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടിയൊക്കെ പൊടിക്കാനുണ്ട്. ആ ജോലി ഇനി ഇപ്പം നടക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യണം. നമുക്കെല്ലാവർക്കും അടുക്കളയിലായിരിക്കും അല്ലേ കുറച്ചധികം ജോലി ഉണ്ടാവുക, ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ. എനിക്കും അതേ, ഏകദേശം 10-12 ദിവസം പിടിപ്പത് പണിയുണ്ടായിരുന്നു ഇതുപോലൊന്ന് ആയി കിട്ടാനായിട്ട്. കൗണ്ടർ ടോപ്പിലും പിന്നെ ഒരു ഷെൽഫിലുള്ള ബോട്ടിലുകൾ ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 5 പെട്ടിയും ഇതുപോലൊന്ന് റീഫിൽ ചെയ്ത് വെക്കാം. എത്ര തന്നെ നമ്മൾ ചെയ്താലും നോമ്പിന് തലേ ദിവസം വരെയും എന്തെങ്കിലുമൊക്കെ അല്ലറ ജോലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് 16-ാം തീയതിയാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ജോലികൾ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കില്ലേ. ഇനിയും ഒരുപാട് ചെറിയ ചെറിയ ജോലികൾ കിടപ്പുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുന്നവർ തന്നെയാണ്. എന്നാലും നോമ്പാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഓരോരുത്തരും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അവസാനം വീട് ഇതുപോലൊന്നായി കിട്ടുമ്പോൾ എല്ലാവർക്കും ഇരട്ടി സന്തോഷമാണ്. വീട് ഇതുപോലൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ സന്തോഷം മാത്രമല്ല, ഒരു പ്രത്യേക സമാധാനവും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്.
നോമ്പ് സമയത്തും നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തത് നോമ്പ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നോമ്പ് സമയത്ത് തീരെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. കുറച്ചധികം സമയമെടുത്തിട്ടാണെങ്കിലും ഇത്തവണത്തെ നോമ്പിൻ്റെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.